ഹായ്, എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോയുടെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഒക്ടോബർ മാസം തീർന്നിരിക്കുകയാണ്. നമ്മൾ ഈ മാസം കളിച്ച 3 മത്സരങ്ങളും വിജയിച്ചിട്ട് നമ്മൾ ഈ മാസം അങ്ങനെ തീർന്നിരിക്കുകയാണ്. വളരെ സന്തോഷമായിട്ടുള്ള എല്ലാ യുണൈറ്റഡ് ഫാൻസിനും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റം കിട്ടിയിട്ടുള്ള ഒരു മാസമാണ്. നമ്മൾ ലിവർപൂളിനെ തോപ്പിച്ചു, ബ്രൈറ്റനെ തോപ്പിച്ചു. ആ ഒരു എനർജിയിലിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലബിൽ വന്ന മാറ്റങ്ങൾ, കുറെ കാര്യങ്ങളുണ്ടായത്, കുറെ കാര്യങ്ങളിൽ നമ്മുടെ ക്ലബിന്റെ മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മുടെ ക്ലബിലുണ്ടായ മാറ്റങ്ങൾ, ഒന്നാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണർഷിപ്പ് ചേഞ്ച് ആണ്. അപ്പോൾ ഓണർഷിപ്പ് ചേഞ്ചിനെ കുറിച്ച് ഒരുപാട് സംഗതികളൊന്നും 25% ആണ് ജിം റാഡ്ക്ലിഫിനുള്ളൂ. അദ്ദേഹത്തിന് ഫുട്ബോൾ ഉള്ള സെക്ഷൻ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളൂ. അതിൽ അദ്ദേഹത്തിന് മാറ്റങ്ങൾ വരുത്താൻ പരിമിതികളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ന്യൂസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രത്യക്ഷത്തിൽ നോക്കി വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയൊരു സ്റ്റേഡിയോ അല്ലെങ്കിൽ പുതിയ സ്റ്റേഡിയത്തിന്റെ പണികൾ സ്റ്റാർട്ട് ചെയ്യുകയോ ഒന്നും നടന്നിട്ടില്ല. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പൊതുവെ കണ്ടിട്ടില്ല. പക്ഷേ എന്താണ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് മാനേജ്മെന്റ് നമ്മളോട് നടത്തിയിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൽ ആദ്യത്തെ ഒരു 2-3 വർഷം മുമ്പ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് പോവാൻ കാരണമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂല് പുള്ളി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ട് പുള്ളി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഇവിടെ വന്നിട്ട് 14 വർഷങ്ങൾക്ക് ശേഷം തിരികെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നിട്ട് അധികം മാറ്റങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ ട്രെയിനിങ് ഗ്രൗണ്ടുകളിൽ, ജിം സെക്ഷനുകളിൽ, അങ്ങനെയുള്ള ഫെസിലിറ്റീസിൽ മാറ്റങ്ങളൊന്നും 2008 ശേഷം 2022 അദ്ദേഹം തിരിച്ച് ക്ലബിലേക്ക് വന്നപ്പോൾ കണ്ടിട്ടില്ല. അതൊരു വളരെ വലിയൊരു പോയിന്റ് ആയിരുന്നു. കാരണം 2008 വരെ അത്രയും ഫെസിലിറ്റി കൊടുത്തിരുന്ന ഒരു ക്ലബ്ബ് എന്ന് അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഒരു ക്ലബ്ബ്, അദ്ദേഹത്തെ അവിടെ നിന്ന് പോയി 2022 വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിഷൻ ഉണ്ടാവുമല്ലോ, എന്തായിരിക്കും ഇനി ഇവിടെ. കാരണം റയൽ മാഡ്രിഡ് പോലെ, ജുവന്റസ് പോലെ അത്രയും എക്യുപ്മെന്റ്സും അത്രയും ഫെസിലിറ്റീസും വളരെ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്ലബിൽ നിന്ന് വരുന്ന ഒരു വ്യക്തി ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെറിയൊരു ക്ലബ്ബല്ല എന്നതുകൊണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ കാഴ്ചപ്പാട് വിപരീതമായി. കാരണം അദ്ദേഹം ഇവിടെ കളിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം മുമ്പ് ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടി, വലിയൊരു കമ്പനി, റെപ്യൂട്ടഡ് കമ്പനിയാണ്. ആ കമ്പനിയിൽ നമ്മളെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വിഷൻ ഉണ്ടാവല്ലോ, കമ്പനിയിൽ ഇത്രയും ഫെസിലിറ്റീസ് ഉണ്ടാവും. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ടെക് മീഡിയയിലാണെങ്കിൽ എനിക്ക് ഇത്രയും സ്പെക്കുള്ള ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ തരും എന്ന് വിചാരിച്ച് നമ്മൾ ആ കമ്പനിയിൽ പോകുമ്പോൾ ആ കമ്പനിയുടെ ഉള്ളില്, പുറമിലൊക്കെ വലിയ കമ്പനിയാണ്, വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള വലിയ കമ്പനിയാണ്. പക്ഷെ ഉള്ളിൽ പോയിട്ട് നമ്മൾ വീണ്ടും ഒരു 2010-2008 കാലഘട്ടത്തില് ഉള്ള സിസ്റ്റത്തിന്റെ ഒക്കെ പോലത്തെ, അല്ലെങ്കിൽ അത്രയും ഹാങ്ഡ് ആയിട്ടുള്ള, സ്ലോ ആയിട്ടുള്ള, ഇപ്പോൾ അപ്ഡേറ്റഡ് ആവാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എന്നിട്ട് പറയാണ് ഇതിന് നമ്മൾ മുമ്പുണ്ടാക്കിയ അതേ റിസൾട്ട് തന്നെ നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ക്ലബിലേക്ക് വരുന്ന പ്ലെയേഴ്സ്, അത് പല ക്ലബുകളിൽ നിന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരുന്ന പ്ലെയേഴ്സിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലുള്ള ക്ലബ്ബ് തങ്ങൾക്ക് വരുന്ന ഫെസിലിറ്റീസിനെ കൂടി കുറച്ചായിരിക്കും. എമൗണ്ട് മാത്രമായിരിക്കില്ല. വരുന്ന വലിയ ഒരു ഫാൻ ബേസ് കൂടാതെ അവർ തരുന്ന ഫെസിലിറ്റീസ്. പക്ഷെ അങ്ങനെ വരുന്ന പ്ലെയേഴ്സിന് ഇവിടെ എത്രയും നാൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഫെസിലിറ്റി ഇങ്ങനെയായിരുന്നു എന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അതിനുശേഷം 2025 നമ്മുടെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ അവസാനം സമയത്ത്, നമ്മുടെ ഫ്രണ്ട്ലീസ് ഒക്കെ കഴിഞ്ഞിട്ട്, കാരിങ്ടണിലെ പുതിയ ട്രെയിനിങ് ഗ്രൗണ്ടും പുതിയ ട്രെയിനിങ് ബിൽഡിങ്ങും ഡ്രസ്സിംഗ് റൂം ഒരു ഇനാഗുറേഷൻ വീഡിയോ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചാനലിൽ ഇപ്പോഴും ഉണ്ട്. അത് നമ്മുടെ മാറ്റങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്നാണെന്ന് ഒരു മാനേജ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ആ വിമർശനങ്ങളെ ഏറ്റെടുത്ത് കൃത്യമായിട്ട് എവിടെയാണ് ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്യുകയും ചെയ്യുകയാണ് ആദ്യത്തെ കാര്യം. കാരണം ഫെസിലിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ, പ്ലേയേഴ്സിൻ്റെതായ ഫെസിലിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതിൻ്റെതായ പെർഫോമൻസ് കാഴ്ചവെക്കും തീർച്ചയാണ്. അതാണ് നമ്മൾ റീസെന്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്മുടെ കളികളിലുള്ള റിസൾട്ടുകൾ കാണാൻ സാധിക്കുന്നത്. നമ്മൾ അതിനുള്ള ഫെസിലിറ്റീസ് അവർക്ക് നൽകാൻ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്യും. അല്ലാതെ 2010 സിസ്റ്റം കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോഴത്തെ ഹേയുടെ ഫീച്ചേഴ്സ് വരുത്തിയിട്ടുള്ള അത്രയും വലിയൊരു വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അതുപോലെയാണ് അത്രയും പഴയ എക്യുപ്മെന്റ്സ്, അത്രയും പഴയ ഫെസിലിറ്റീസും കൊടുത്തു കഴിഞ്ഞിട്ട് പ്ലേയേഴ്സിനോട്
ട്രൈ ചെയ്യണം, അതില്ലെങ്കിൽ ഇത്രയും വലിയ റിസൾട്ട് അടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മറ്റുള്ള ക്ലബ്ബുകൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഈ വക കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും ലേറ്റ് ആയി പോയി എങ്കിലും നമ്മൾ അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് വന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ റിക്രൂട്ട്മെന്റ് സ്റ്റൈലാണ്. അത് ഈ സീസണിലായാലും കഴിഞ്ഞ സീസണിൽ നമ്മൾ ബ്രാത്ത്വെയിലിന് പിന്നാലെ പോയിട്ടുണ്ടായിരുന്നു, എവർട്ടന്റെ പ്ലെയർ. പക്ഷെ ബ്രാത്ത്വെയിലിന് പിന്നാലെ പോയിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രൈസ് ഹ്യൂജ് ആണെന്ന് കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് ഡിലേറ്റിനും മസ്ട്രോയിലേക്കും വേണ്ടിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായത്. ആ ഇൻവെസ്റ്റ്മെന്റ് വളരെയധികം സക്സസ്ഫുൾ ആയി. കാരണം ബ്രാത്ത്വെയിറ്റ് ഇപ്പോൾ എവർട്ടണിൽ എന്താണ് അവസ്ഥ നമുക്കറിയാം, പുള്ളിക്കാരൻ പരിക്കാണ്. പക്ഷെ അതിന് പകരം നമ്മൾ കൊണ്ടുവന്ന മസ്രോയ ആയാലും ഡിലൈറ്റ് ആയാലും ഇപ്പോ ടീമിന്റെ പ്രധാന ഘടകങ്ങളൊന്നാണ്. മസ്രോയുടെ പരിക്ക് പ്രശ്നം തന്നെയാണ്. അത് നമുക്ക് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പുള്ളിക്കാരൻ ഇടയ്ക്ക് പരിക്ക് വരും. അതിനുശേഷം നമ്മൾ നടത്തിയ റിക്രൂട്ട്മെന്റ്, ഈ വർഷം നമ്മൾ നടത്തിയ റിക്രൂട്ട്മെന്റിൽ, ഈ വർഷത്തെ നമ്മുടെ റിക്രൂട്ട്മെന്റിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഇതുവരെയുള്ള കാര്യങ്ങളിൽ എവ്രിതിങ്, ഇവിടെ എല്ലാ സെക്ഷനിലും ദ ബെസ്റ്റ് റിക്രൂട്ട്മെന്റ് ഈ വട്ടം നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന റിക്രൂട്ട്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മിഡ്ഫീൽഡർ ആയിരിക്കും. ഉറപ്പ് പറയാൻ സാധിക്കും, നമ്മളൊരു മിഡ്ഫീൽഡ് ഈ വട്ടം ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രീമിയർ ലീഗിൽ പ്രൂവൺ ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ ആയിരിക്കും. ബലേബയെന്ന് ഞാൻ ഉറപ്പ് പറയില്ല, പക്ഷെ പ്രീമിയർ ലീഗിലെ പ്രൂവൺ ആയിട്ടുള്ള ഒരു മിഡ്ഫീൽഡർ തന്നെയായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ അല്ലെങ്കിൽ ജനുവരിയിൽ സൈൻ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നത് എന്തായാലും പ്രീമിയർ ലീഗ് പ്രൂവൺ പ്ലേയേഴ്സിന് വരും. കാരണം അതിന്റെ ഇമ്പാക്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സെസ്കോന് ഓക്കെ, സെസ്കോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചറായിട്ട്, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ട്രെയിൻ ചെയ്ത് വരേണ്ട പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആണ്. അല്ലാതെ നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ്, നമ്മുടെ മെയിൻ സെന്റേഴ്സിൽ നമ്മൾ നടത്തിയ ഇൻവെസ്റ്റ്മെന്റ്, മത്തേസ് ക്യൂനി ആയാലും എംബൂമി ആയാലും നമ്മൾ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് പ്രീമിയർ ലീഗിൽ അല്ലെങ്കിൽ ഇവിടെ കളിച്ച് ഇവിടുത്തെ പേസിനോട് അനുയോജ്യമായി പോകുന്ന പ്ലേയേഴ്സിനെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നത് മിഡ്ഫീൽഡ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പൊസിഷനാണ്. ആ ക്രൂഷ്യൽ ആയിട്ടുള്ള പൊസിഷനിലേക്ക് ഉറപ്പായിട്ടും പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള ഒരു പ്ലെയറെ തന്നെ കൊണ്ടുവരണം. എലൈറ്റ് ആൻഡേഴ്സൺ ഒക്കെ ആണെങ്കിൽ ഓക്കെ, ലോട്ടറി എന്ന് തന്നെ പറയാം. പക്ഷെ ഉറപ്പ് ഈ വട്ടത്തെ ജനുവരി വിൻഡോയിൽ എന്തായാലും നമ്മളൊരു പ്രീമിയർ ലീഗ് പ്രൂവൺ ആയിട്ടുള്ള പ്ലെയറിന് പിന്നാലെ പോകും, നമുക്ക് സൈൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തെ രീതിയിൽ വരെ മാനേജ്മെന്റ് നടത്തിയിട്ടുള്ള റിക്രൂട്ട്മെന്റ്സ്, അവർ നടത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ അതിനെ പ്രശംസിച്ചേ പറ്റൂ. അതുപോലെ തന്നെ അവർ തരുന്ന ഒരു ബാക്കപ്പ് ഉണ്ട്. ഇതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു കോച്ചിന് വേണ്ടിയിട്ട് ഒരു മാനേജ്മെന്റും വന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇത്ര സമയം അദ്ദേഹത്തിന് ഓഫർ ചെയ്തിട്ടുണ്ട്. ഈ ലാസ്റ്റ് മന്ത് അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ജിം റാറ്റ്ക്ലിഫിന്റെ ഇന്റർവ്യൂല് പുള്ളിക്കാരൻ പറഞ്ഞു ഞങ്ങൾ ഒരു 3 കൊല്ലത്തെ പ്രൊജക്ട് പ്ലാൻ ആണ് അമോറിമിനെ വെച്ച് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് കോച്ചിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. കാരണം ഇത്രയും വലിയൊരു ബാക്കപ്പ് സപ്പോർട്ട് കിട്ടുകയാണെന്ന് വെച്ചാൽ കോച്ചിന് പ്ലേയേഴ്സിന് മുമ്പിൽ എനിക്ക് 3 കൊല്ലത്തെ സമയമുണ്ട്, നിങ്ങൾക്ക് എന്റെ രീതിയിൽ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് മാത്രം ഞാനിവിടെ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ടൈപ്പിലുള്ള പ്ലേയിങ് സ്റ്റൈൽ മാത്രം ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുള്ളൂ എന്നൊരു കറക്റ്റ് സ്റ്റാൻഡ് വെച്ചിട്ട് പുള്ളിക്കാരന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുള്ളത് ഈ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗത്തുനിന്ന് മാത്രമാണ്. അത് നമ്മൾ ഇതിനു മുമ്പ് റീസെന്റ് ആയിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ വന്ന മാറ്റങ്ങൾ, ചെറിയ ചെറിയ മാറ്റങ്ങൾ ടീമിനെ ബാധിച്ചിട്ടുണ്ട്. ആ ബാധിച്ചിട്ട് വളരെ നല്ല രീതിയിൽ എഫക്റ്റീവായിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്നത് നവംബറാണ്. നവംബറിൽ നമുക്ക് മാച്ചസ് ഉണ്ട്. ഒരു ടീമും ചെറുതല്ല. പ്രീമിയർ ലീഗിൽ കളിക്കുന്ന 20 ടീമുകളും 19 ടീമുകളും വെല്ലുവിളിയാണ്. അത് അങ്ങനെ തന്നെയാണ്. അത് ഒരു ടീമും ചെറുതല്ല. അപ്പോൾ നമ്മുടെ നവംബർ മാസവും അടുത്ത മാച്ച് പ്രിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.